സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ദാഹജലമൊരുക്കി വെൽഫെയർ കമ്മിറ്റി ഇത്തവണ ഒരു വേദിയിൽ തന്നെ 25 ലിറ്റർ സ്റ്റോറേജ് സജ്ജീകരിച്ചിട്ടുണ്ട്. പഴയ പരാതികളില്ലാതെ കുടിവെള്ളം കൃത്യമായി എത്തിക്കാൻ കഴിയുന്നുണ്ടെന്ന് സംഘാടകർ വ്യക്തമാക്കി. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ വിപുലമായ കുടിവെള്ള സൗകര്യമാണ് വാട്ടർ അതോറിറ്റി ഒരുക്കിയിരിക്കുന്നത്. 25 വേദികളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വാട്ടർ കൺട്രോൾ റൂം, ലിറ്റർ സ്റ്റോറേജ് കുടിവെള്ള പദ്ധതിയും വാട്ടർ അതോറിറ്റി സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ള ഇടങ്ങളിലും കുടിവെള്ളം കൃത്യമായി എത്തിക്കുന്നുണ്ടെന്ന് MLA CK ഹരീന്ദ്രൻ പറഞ്ഞു. 25 വേദികളുണ്ട്. 25 വേദികളിലും ഭക്ഷണം കഴിക്കുന്ന സെന്ററിലും ഈ ആവശ്യമായിട്ടുള്ള കുടിവെള്ളം, പ്യൂരിഫൈ ചെയ്ത വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. മാത്രമല്ല, ഇന്നും നാളെയും മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസമായി അവർ രാത്രി പോയി കഴിയുന്ന കേന്ദ്രങ്ങൾ, അക്കോമഡേഷൻ ഒരുക്കിയിട്ടുള്ളിടത്ത് അവരുടെ കേന്ദ്രങ്ങളിലും ഈ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങൾ നിറവേറ്റപ്പെടുകയാണ്. ഒരു വേദിയിൽ തന്നെ ദിവസവും 20 വാട്ടർ കണ്ടെയ്നർ എത്തുന്നുണ്ട്. നിലവിൽ ചൂടുവെള്ളം, തണുത്ത വെള്ളം, നോർമൽ വാട്ടർ എന്നിങ്ങനെ 3 തരത്തിലാണ് കുടിവെള്ളം ലിറ്റർ സ്റ്റോറേജിലൂടെ തയ്യാറാക്കിയിരിക്കുന്നത്. ചിലർക്ക് തണുത്ത വെള്ളം കുടിക്കാനാണ് ചിലർക്ക് ഇഷ്ടം. പക്ഷേ കൂടുതൽ പേർക്ക് ചൂടുവെള്ളം നല്ല രീതിയിൽ തൊണ്ടയ്ക്ക് വേറെ സ്ട്രെയിനല്ല, ചൂടുവെള്ളം കിട്ടാൻ. അപ്പോൾ ഇത് 2 ഓപ്ഷനും ഉണ്ടായിരുന്നു. നോർമൽ വെള്ളം കിട്ടാനുള്ള ഓപ്ഷനും ഉണ്ടായിരുന്നു. കുട്ടികൾ കൂടുതൽ വന്നത് കുടിക്കുന്നുണ്ട്, കുപ്പികളിലും കൊണ്ടുപോയി കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുടിക്കുന്നതിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാം ആവശ്യാനുസരണം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇത്തവണത്തെ കുടിവെള്ളം കൃത്യമായ രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് സംഘാടകരും. കഴിഞ്ഞ തവണ കൊല്ലത്ത് നടന്ന കലോത്സവത്തിൽ കുടിവെള്ളം കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ ലിറ്റർ സ്റ്റോറേജിൽ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ 25 വേദിയിലായിട്ട് അക്കോമഡേഷൻ ഏകദേശം 2000 ക്യാൻ വെള്ളം നമുക്ക് ഒരു ദിവസം തീരുന്നുണ്ട്. 2000 ക്യാൻ. ഇപ്പോൾ 5 ദിവസത്തേക്ക് ഏകദേശം 10000 ക്യാൻ വെള്ളം നമുക്ക് ടോട്ടൽ വേണം. പിന്നെ നമുക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയോണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റിയത്. പിന്നെ എപ്പോഴും ഞങ്ങൾ കലോത്സവത്തിന് ഒരു തുടക്കം ഞങ്ങൾ കുറിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിസ്പെൻസർ ചെയ്തത്. ഡിസ്പെൻസർ മുഖാന്തരം 3 തരത്തിലുള്ള വെള്ളം കൊടുക്കുന്നുണ്ട്. ഈ വാഹനത്തിലാണ് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെയർമാൻ്റെ സഹായത്താൽ നമ്മൾ കൊടുക്കുന്ന ജലം റെയിൽ നീറാണ്. ആ റെയിൽ നീർ സാധ്യ തിരുനാൾ സംഗീത കോളേജിൽ ഒരു മിനിമം 3 ദിവസത്തേക്കുള്ളത് നമ്മൾ ആൾറെഡി സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളത്തിന് ഒരു കാരണവശാലും കഴിഞ്ഞ കലോത്സവത്തിന് വെള്ളമായിരുന്നു വിഷയം. എന്നാൽ ഇത്തവണ നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അനന്തപുരിയിൽ അരങ്ങേറിയിട്ടുണ്ട്. അപ്പം ഇവിടെ വെള്ളത്തിന് യാതൊരു കുഴപ്പവുമില്ല. ഒരുപാട് ട്രോളിംഗ് വീഡിയോസ് കഴിഞ്ഞ വർഷം ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അതിനൊരു ചാൻസും ഇല്ല. കാരണം വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന എല്ലാവർക്കും വേണ്ടി ഇവിടെ 3 രീതിയിലാണ് വെള്ളങ്ങൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ ജിഷ്ണു കെയറിനോടൊപ്പം രേണുക രാജേന്ദ്രൻ, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.